ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട്. അങ്ങനെ അമല കിഷോറിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് മുഴുക്കുടിയനായ ദാസൻ്റെ വീട്ടിലെത്തി. ചെമ്പരത്തി ചെടികളാൽ വേലി തീർത്ത ആ വീടിൻ്റെ മുറ്റത്തേക്ക് അവൾ അവൻ്റെ പിറകെ കയറി. അപ്പോഴും അവളുടെ കയ്യിലെ അവൻ്റെ പിടി അവൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഉമ്മറത്തേക്ക് കയറിയതും അവനാ കൈ പതിയെ മോചിപ്പിച്ചു. ശേഷം അവൻ ഉമ്മറത്തെ തിണ്ണയിലേക്കിരുന്നു കൊണ്ട് കണ്ണടച്ചു. അത്ര നേരം അവൻ പിടിച്ചിരുന്ന അവളുടെ കൈകളിലേക്ക് അവളൊന്ന് നോക്കി. അവൻ്റെ വിരലുകളുടെ പാട് ചുവന്ന നിറത്തിൽ നന്നായി തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. നല്ല വേദന തോന്നിയിരുന്നെങ്കിലും അവൻ ആ കൈ പിടിച്ചപ്പോൾ തോന്നിയ ഒരു സുരക്ഷിതത്വം പെട്ടെന്ന് ഇല്ലാതെയായതുപോലെ അവൾക്ക് തോന്നി. അവൾ ഒന്നും പറയാതെ ചുവന്ന കാവിയിട്ട നിലത്തേക്ക് പതിയെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞതും അവൻ കണ്ണുകൾ തുറന്ന് പതിയെ എഴുന്നേറ്റു. കണ്ണുകൾ അടച്ചുകൊണ്ട് തൂണിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നവളെ അവനൊന്ന് നോക്കി. സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് താഴേക്ക് മാത്രം നോക്കി നടന്നു പോകുന്ന ഒരു കൊച്ചു കുട്ടിയെ അവന് ഓർമ്മ വന്നു. ആദ്യം കരുതിയത് മേലെപ്പാട്ടെ കുട്ടിയാണെന്നാണ്. എന്നാൽ പിന്നെയാണ് അറിഞ്ഞത് അത് അവിടുത്തെ വെറുമൊരു വേലക്കാരി കുട്ടിയാണെന്ന്. പിന്നീട് പലപ്പോഴും കാണാറുണ്ടായിരുന്നു. പണ്ട് അവരുടെ താഴത്തെ തോട്ടിന് അരികിൽ ഒരു കുന്നോളം ഡ്രസ്സ് അലക്കി വിരിച്ചിടുന്നവളെ. റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി എങ്ങനെയോ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകുന്നവളെ. കണ്ട വയലിലും പറമ്പിലും എല്ലാം കേറി നടന്ന് പുല്ലും ചെത്തി ആ കൊട്ടയും തലയിൽ വെച്ച് പോകുന്ന ആ ചെറിയ പെൺകുട്ടിയെ താനും എപ്പോഴോ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. അന്നൊക്കെ വല്ലാത്തൊരു കൗതുകമായിരുന്നു. എങ്കിലും അതിനേക്കാളേറെ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും ജോലികൾ ചെയ്ത് നടക്കുന്ന അവളെ വല്ലാത്തൊരു അലിവോടെയാണ് എന്നും നോക്കി നിന്നിട്ടുള്ളത്. പക്ഷേ തല്ലും പിടിയുമായി നടക്കുന്ന ഈ കള്ളുകുടിയനെ കാണുമ്പോൾ ആ കണ്ണുകളിൽ കാണുന്ന പേടിയെ താനും പതിയെ ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ടു തന്നെയാണ് അവളെ കാണുമ്പോഴൊക്കെ വെറുതെ കണ്ണുരുട്ടി പേടിപ്പിച്ചു കൊണ്ടിരുന്നത്. ആരുമില്ലാത്ത ആ അനാഥ പെണ്ണിനെ നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വാത്സല്യം വന്നു നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവളെ തട്ടി വിളിക്കുമ്പോൾ അവൾ മെല്ലെ കണ്ണു തുറന്ന് അവനെ നോക്കി. ആദ്യം അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ആ ഞെട്ടൽ അവളിൽ നിന്നും അകന്നു മാറുന്നത് അവൻ കണ്ടിരുന്നു. അകത്തേക്ക് വാ, അതും പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഹാളിലെ ലൈറ്റിട്ടപ്പോൾ അവൾ ആ വീടിൻ്റെ അകമൊന്ന് നോക്കിക്കണ്ടു. ഒരു കുഞ്ഞു മേശയും 2 കസേരയും. കസേര മേശയ്ക്കരികിലായി ഇട്ടിട്ടുണ്ട്. കുറച്ചു മാറി ഒരു ടിവിയും. അതല്ലാതെ വേറെ ഒന്നും ആ ഹാളിൽ ഉണ്ടായിരുന്നില്ല. നീ ആ മുറിയിൽ കിടന്നോ, പേടിക്കേണ്ട, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഈ മുറിയിൽ കാണും. അതും പറഞ്ഞുകൊണ്ട് അവൻ ആ മുറിയിൽ കയറി വാതിലടച്ചു. അവൻ ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവൻ വാതിൽ തുറന്നത്. ആ ശബ്ദം കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. നിനക്ക് വെള്ളം വല്ലതും വേണോ, അവൻ ചോദിച്ചെങ്കിലും അവൾ ഒന്നും പറയാതെ താഴേക്ക് നോക്കി. അതിൽ നിന്നും തന്നെ അവന് മനസ്സിലായി അവൾക്ക് ദാഹിക്കുന്നുണ്ടെന്ന്. അവൻ പതിയെ അടുക്കളയിൽ ചെന്ന് ഒരു പാത്രത്തിൽ വെള്ളവും മറ്റൊരു കയ്യിൽ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും കൊണ്ട് തിരിച്ചു വന്നു. അത് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ച് റൂമിൽ കയറി വാതിലടച്ചു. അവൾ ഒരു അത്ഭുതത്തോടെയാണ് അതെല്ലാം നോക്കിക്കണ്ടത്. ഇത്രയും കാലം പേടിയോടെ അല്ലാതെ അവനെ നോക്കാറേയില്ലായിരുന്നു. തല്ലും പിടിയും കള്ളും ഒക്കെയായി നടക്കുന്ന ഇയാളുടെ ഉള്ളിൽ ഇത്രയും നല്ലൊരു മനസ്സുണ്ടായിരുന്നോ? ഇയാൾ ഇത്രയും പാവമായിരുന്നോ? അവൾ അടഞ്ഞു കിടക്കുന്ന വാതിലിലേക്ക് നോക്കി ചിന്തിച്ചു. കഴിക്കാനൊന്നും തോന്നിയില്ലെങ്കിലും വെള്ളം കുടിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസം തോന്നി. അവൾ അതവിടെ വെച്ച് അകത്തേക്ക് കയറി വാതിലടച്ചു. വേറൊരാളുടെ വീട്ടിൽ, അതും ഞാനും അയാളും മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് എന്നോർക്കുമ്പോഴും അവൾക്ക് ഒട്ടും ഭയം തോന്നിയിരുന്നില്ല. അവൻ്റെ പെരുമാറ്റം തന്നെയായിരുന്നു അതിന് കാരണം. മദ്യത്തിൻ്റെ ലഹരിയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും തന്നെ അവൻ വേണ്ടാത്ത രീതിയിൽ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് അവൾ ഓർത്തു.
അവൻ്റെ ആ കുഞ്ഞു കട്ടിലിലേക്ക് കിടന്നുകൊണ്ട് അവൾ പതിയെ കണ്ണുകൾ അടച്ചു. രാവിലെ മുറ്റമടിക്കുന്ന ശബ്ദം കേട്ടാണ് ദാസൻ എഴുന്നേറ്റത്. കണ്ണൊന്നമർത്തി തിരിഞ്ഞു കിടന്നതും താൻ കട്ടിലിൽ അല്ലെന്ന് അവൻ ഓർത്തു. ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് മുറി മാറിപ്പോയെന്ന്. അവൻ്റെ റൂമിൽ മാത്രമേ കട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്നലെ അവളോട് അവിടെ കിടന്നോളാൻ പറഞ്ഞിട്ട് അവൻ ഇവിടെ നിലത്തു വന്ന് കിടന്നത്. അല്ലെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അനാഥച്ചക്കൻ്റെ വീട്ടിൽ 2 മുറിയിൽ 2 കട്ടിൽ എന്തിനാണ്? പക്ഷേ എഴുന്നേറ്റപ്പോൾ ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. അവൻ്റെ വിചാരം ഇന്നലെ കള്ളുംപുറത്ത് വന്ന് കയറിക്കിടന്നപ്പോൾ മുറി മാറിപ്പോയെന്നാണ്. അവൻ പതിയെ ഉമ്മറത്തേക്ക് ചെല്ലുമ്പോഴാണ് മുറ്റമടിക്കുന്ന അമലയെ കാണുന്നത്. എവിടെ പോയാലും ഇപ്പോൾ ഈ പെണ്ണിൻ്റെ വിചാരമേ ഉള്ളൂ. അവൻ ഒരു പുഞ്ചിരിയോടെ ഓർത്തുകൊണ്ട് തിണ്ണയിലേക്ക് ഇരുന്നു. പിന്നെയും മുറ്റമടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. അത് തോന്നിയത് അല്ലെന്ന് മനസ്സിലായതും അവനൊന്ന് കണ്ണ് അമർത്തി തിരുമ്മി. "ഡീ, നീ എന്താടി ഇവിടെ?" അവൻ്റെ ശബ്ദം കേട്ടാണ് അമല തിരിഞ്ഞു നോക്കിയത്. "നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താടി ഇവിടേന്ന്?" അവൻ വീണ്ടും ചോദിച്ചു. "അത് ദാസേട്ടൻ തന്നെയല്ലേ ഇന്നലെ എന്നെ ഇങ്ങോട്ട്..." അവൾ പതിയെ പറഞ്ഞു. "ദാസേട്ടൻ." അവളുടെ ആ വിളിയിൽ അവനൊരു നിമിഷം അനങ്ങാതെ നിന്നു പോയിരുന്നു. പലപ്പോഴും അവളുടെ ആ വിളിയും സ്വപ്നം കണ്ടുകൊണ്ട് എത്രയോ രാത്രികളിൽ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് തൻ്റെ മുന്നിൽ നിന്നും അവൾ അത് വിളിക്കുമ്പോൾ അവന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. "ഞാനോ? എപ്പോ?" അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. "ഇന്നലെ രാത്രി പുഴയോരത്ത് വെച്ച്." അവൾ അത് പറഞ്ഞതും അവൻ നെറ്റിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് തലേന്നത്തെ രാത്രി ഒന്ന് ഓർത്തെടുത്തു. അപ്പോഴാണ് അവന് എല്ലാം പിടികിട്ടിയത്. അവനൊന്ന് പതിയെ ചിരിച്ചു. "ആ, അത് ഇന്നലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല, അതാ." അവൻ പതിയെ പറഞ്ഞു. "അല്ല, നിന്നോട് ആരാ പറഞ്ഞത് ഇവിടുത്തെ മുറ്റമടിച്ചു വാരാൻ? നീ ആരാ, ഇവിടുത്തെ വേലക്കാരിയോ?" അവനത് ചോദിച്ചതും അവളൊന്നും മിണ്ടാതെ നിന്നു. "നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടോ? നീ ആരാ, ഇവിടുത്തെ വേലക്കാരിയോ? രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ചു വാരാൻ." "ഞാൻ മുറ്റത്ത് ഈ ഇലയൊക്കെ കണ്ടപ്പോൾ..." "ദേ, ഇതിപ്പോൾ കഴിയും." പതിഞ്ഞ സ്വരത്തിൽ അവളത് പറയുമ്പോൾ ചുണ്ടിൽ ഊറിക്കൂടി വന്ന ചിരിയെ മറച്ചു പിടിച്ചുകൊണ്ട് അവൻ ഗൗരവത്തിൽ തന്നെ നിന്നു. "അടിച്ചു വാരിയിടത്തോളം മതി. അവിടത്തെ പോലെ പഠിപ്പിക്കാൻ ഇവിടെ യജമാനത്തിമാരൊന്നുമില്ല. അത് അവിടെ ഇട്ടേച്ച് ഇങ്ങ് വന്നേ." അവൻ അതും പറഞ്ഞ് കൈകാട്ടി അവളെ വിളിച്ചതും അവൾ ചൂലും പിടിച്ചുകൊണ്ട് മടിച്ചു നിന്നു. "നിന്നോടല്ലേടി പറഞ്ഞേ അത് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് കേറി വരാൻ." അവൻ വീണ്ടും ഒച്ചയെടുത്തതും അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ നേരെ അടുക്കളയിലേക്കാണ് ചെന്നത്. മരത്തിൻ്റെ ഒരു കസേര കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ അവളോട് പറഞ്ഞു. അവൾ അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ അവിടെ ഇരുന്നു. ശേഷം അവൻ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഗ്യാസ് ഓണാക്കി അതിൽ വെച്ചു. കാപ്പിപ്പൊടിയും ശർക്കരയും ചേർത്ത് കാപ്പി ഉണ്ടാക്കി. അവൾ അവൻ്റെ ഓരോ പ്രവൃത്തിയും സസൂക്ഷ്മം നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അതൊരു ഗ്ലാസ്സിലേക്കൊഴിച്ച് അവൾക്ക് നേരെ നീട്ടി. "കുടിക്ക്." അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. പതിയെ ആ കണ്ണുകളിൽ നനവ് വരുന്നുണ്ടെന്ന് മനസ്സിലായതും അവൻ വീണ്ടും അവൻ്റെ ഗൗരവം എടുത്തണിഞ്ഞു. "നിന്നോട് എൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കാനല്ല പറഞ്ഞത്, മര്യാദയ്ക്ക് അത് കുടിക്കാൻ." ശേഷം അവൻ ഇന്നലെ ഹാളിലെ മേശപ്പുറത്ത് വെച്ച പൊട്ടിക്കാത്ത ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. അത് പൊട്ടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അവൾക്ക് മുന്നിലേക്ക് വെച്ചുകൊടുത്തു. നോക്കി നിൽക്കാതെ കഴിക്ക്." അവൻ അത് പറഞ്ഞതും അവളൊരു ബിസ്ക്കറ്റ് എടുത്ത് ചായയിൽ മുക്കി കഴിച്ചു. "അല്ല, നീ പല്ല് തേച്ചായിരുന്നോ?" അവനൊരു തമാശ പോലെ അവളോട് ചോദിച്ചു. അവൾ അതേ എന്ന് തലയാട്ടി. ശേഷം ഒരു ബിസ്ക്കറ്റ് കൂടി എടുത്ത് ചായയിൽ മുക്കി കഴിച്ചു. അതും നോക്കി അവളുടെ അരികിൽ തന്നെ അവനും നിന്നു. എന്തോ അവനവളോട് വല്ലാത്ത വാത്സല്യം തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ പതിയെ അവൾക്ക് അരികിൽ നിന്നും പുറത്തേക്ക് നടന്നു. വല്ലാത്തൊരു സന്തോഷം കൊണ്ട് ഹൃദയം നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു.
ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലൊരു കുളിര് ശരീരമാകെ വന്നു നിറയുന്നത് പോലെ. അവൻ അവളെയൊന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം കുളിക്കാനായി പോയി. കുറച്ചു കഴിഞ്ഞതും പുറത്തെ ബാത്റൂമിൽ നിന്നും കുളി കഴിഞ്ഞു വരുന്ന ദാസനെയാണ് അമല കാണുന്നത്. ഒരു മുണ്ട് മാത്രമാണ് അവൻ്റെ വേഷം. തല തോർത്തിക്കൊണ്ടാണ് വരുന്നതെങ്കിലും അവൻ്റെ മുടിയിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ശേഷം ഒരു ഷർട്ടും എടുത്തിട്ട് ബൈക്കിൻ്റെ കീയും എടുത്തവൻ പുറത്തേക്ക് ഇറങ്ങി. പേടിയുണ്ടെങ്കിൽ വാതിലടച്ചിരുന്നോ, ഞാനിപ്പോൾ വരാം, വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവൻ്റെ പിറകിലായി വന്ന അവളോട് അവൻ പറഞ്ഞു. അവൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ചു. ഇന്നലെ ഇട്ട വസ്ത്രം തന്നെയാണ് ഇപ്പോഴും. വാതിലും തുറന്ന് ജീവനും കൊണ്ടിറങ്ങി ഓടുന്നതിനിടയിൽ ആരാണ് തുണിയെടുക്കാൻ നിൽക്കുന്നത്? അവൾ അടുക്കളയിലേക്ക് പതിയെ നടന്നു. ഒരു കുഞ്ഞ് അടുക്കള. ഒരുപാട് പാത്രങ്ങൾ ഒന്നുമില്ലെങ്കിലും ഉള്ളതെല്ലാം അടുക്കും ചിട്ടയോടും കൂടി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഗ്യാസ് അടുപ്പുണ്ട്. എന്നാൽ അടുപ്പിനടിയിൽ ഒതുക്കി വച്ചിരിക്കുന്ന ചകിരിയും ഓലക്കെട്ടും കണ്ടപ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായിരുന്നു. അപ്പോൾ വെപ്പും കുടിയുമൊക്കെയുണ്ട്, അവൾ മനസ്സിൽ ഓർത്തു. പൊതുവെ എല്ലാ കള്ളുകുടിയന്മാരുടെ വീട്ടിലും എല്ലാം അലങ്കോലമായി കിടക്കാറാണല്ലോ പതിവ്. എന്നിട്ടും ഇവിടെ എന്താ ഇങ്ങനെ? അവൾ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കി. പാത്രങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ടെങ്കിലും നിലത്താകെ മണ്ണും പൊടിയും ഉള്ളതുപോലെ തോന്നി. അതുകൊണ്ട് അവൾ അകമടിക്കുന്ന ചൂലിനായി തിരഞ്ഞപ്പോൾ അടുക്കളയുടെ ഒരു മൂലയിൽ ചാരി വച്ചിട്ടുണ്ട്. അവൾ ആ ചൂലെടുത്ത് അവിടെയെല്ലാം അടിച്ചുവാരി. ഇന്നലെ അവൻ കിടന്ന മുറി അടിച്ചുവാരാൻ അതിനുള്ളിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ കട്ടിലില്ലെന്ന് അവൾക്ക് മനസ്സിലായത്. തനിക്കായി കട്ടിൽ തന്നുകൊണ്ട് വെറും നിലത്ത് കിടന്നവനെ അവൾ ഓർത്തു. എന്തോ ഇതുവരെയും വേദനകൾ കൊണ്ട് മാത്രമേ കണ്ണു നിറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇന്ന് അവൻ തന്നോട് കാട്ടുന്ന ഈ വലിയ ദയയ്ക്ക് മുന്നിൽ തൻ്റെ നെഞ്ച് വല്ലാതെ നോവുന്നത് പോലെ അവൾക്ക് തോന്നി. 2 റൂമും ഒരു ഹാളും ഒരു കിച്ചണും അടങ്ങുന്ന ഒരു ചെറിയ വീടായിരുന്നു അത്. ബാത്റൂം പുറത്താണ്. അതിന് പുറകിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇന്നലെ താൻ ചാടിച്ചാവാൻ പോയ അതേ പുഴ. അവൾ അതിൻ്റെ കരയിൽ പോയി കുറച്ചുനേരം ആ പുഴയിലേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നെ എഴുന്നേറ്റ് പതിയെ അടുക്കളയിലേക്ക് നടന്നു. മറ്റൊന്നും ചെയ്യാനില്ലാത്തതിനാൽ അടുക്കളപ്പടിയിൽ ഇരുന്നുകൊണ്ട് വീണ്ടും ആ പുഴയിലേക്ക് തന്നെ കണ്ണോടിച്ചു കൊണ്ടിരുന്നു. പുറത്ത് വണ്ടി വന്നു നിന്ന ശബ്ദം കേട്ടതും അവൾ പതിയെ ഉമ്മറത്തേക്ക് നടന്നു.